കേരളത്തിൽ 5 തരം ജയിലുകളാണുള്ളത്. 16 സബ് ജയിൽ, 16 സ്പെഷ്യൽ സബ് ജയിൽ, 13 ഡിസ്ട്രിക്ട് ജയിൽ. മലപ്പുറം ജില്ലയിൽ ഡിസ്ട്രിക്ട് ജയിൽ ഇല്ല. 4 സെൻട്രൽ ജയിൽ, 3 ഓപ്പൺ ജയിൽ. സബ് ജയിൽ 1 മാസം വരെ ശിക്ഷയുള്ള റിമാൻഡ് വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന ഇടമാണ് സബ് ജയിൽ. 3 മാസം വരെ ശിക്ഷയുള്ളവരെ സ്പെഷ്യൽ സബ് ജയിൽ. 6 മാസം വരെ ശിക്ഷയുള്ളവരെ ഡിസ്ട്രിക്ട് ജയിൽ. 6 മാസത്തിന് മുകളിൽ ശിക്ഷയുള്ളവരെ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. കേരളത്തിലെ 4 സെൻട്രൽ ജയിലുകളാണുള്ളത്. കണ്ണൂർ, പൂജപ്പുര, വിയ്യൂർ, തവനൂർ. സബ് ജയിലുകൾ ആറ്റിങ്ങൽ, ആലപ്പുഴ, മീനച്ചിൽ, പീരിമേട്, മട്ടാഞ്ചേരി, എറണാകുളം, ആലുവ, ചാവക്കാട്, വിയ്യൂർ, ആലത്തൂർ, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ. സ്പെഷ്യൽ സബ് ജയിൽ തിരുവനന്തപുരം പൂജപ്പുര, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര, പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിഞ്ഞാലക്കുട, ചിറ്റൂർ, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, തലശ്ശേരി, കൂത്തുപറമ്പ്, കാസർഗോഡ്, കണ്ണൂർ. ജില്ലാ ജയിൽ തിരുവനന്തപുരം പൂജപ്പുര, കൊല്ലം തേവള്ളി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി മുട്ടം, എറണാകുളം, തൃശൂർ വിയ്യൂർ, പാലക്കാട് മലമ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, വയനാട് മാനന്തവാടി, കാസർഗോഡ് ഹോസ്ദുർ. കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണുള്ളത്. 2 എണ്ണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും 1 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമാണ്. ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി, തിരുവനന്തപുരം. രണ്ടാമത്തത് ചീമേനി, കാസർഗോഡ്. മൂന്നാമത്തതും ഏക വനിതാ തുറന്ന ജയിലും പൂജപ്പുര, തിരുവനന്തപുരം. വനിതാ ജയിലുകൾ നെയ്യാറ്റിൻകര, കണ്ണൂർ, വിയ്യൂർ. ഹൈ സെക്യൂരിറ്റി ജയിൽ വിയ്യൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ പൂജപ്പുര. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് 2011 പൂജപ്പുര ജയിലിലാണ് ആരംഭിച്ചത്. കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ തവനൂർ. ബോർസ്റ്റൽ സ്കൂളുകൾ പ്രധാനമായും 18 മുതൽ 21 വയസ്സിന് ഇടയിൽ പ്രായമുള്ള യുവ കുറ്റവാളികളെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനുമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ തൃക്കാക്കരയിലാണ് ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ജയിൽ ട്രെയിനിങ് സ്കൂൾ പൂജപ്പുര 1957. 1988 ഇതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ജി രാമചന്ദ്ര പിള്ള. കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം പൂജപ്പുരയിലാണ്. കേരള ജയിൽ വകുപ്പിൻ്റെ ഹെഡ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്. കേരളത്തിലെ ജയിലുകളെ വടക്കൻ, തെക്കൻ, മധ്യ എന്നിങ്ങനെ 3 സോണുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവയിൽ ഓരോ സോണിനും നേതൃത്വം കൊടുക്കുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ്. കേരള പ്രിസൺസ് റൂൾ 1958. 1894 ഇന്ത്യൻ പ്രിസൺസ് ആക്ടും 1950 ട്രാവൻകൂർ കൊച്ചിൻ പ്രിസൺസ് ആക്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രിസൺസ് റൂൾ വരുന്നത്. പിന്നീട് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് 2010 വന്നു. അതിനുശേഷം അതിലെ ചട്ടങ്ങൾ 2014 നിലവിൽ വന്നു. ഡെറ്റിന്യൂ എന്ന് പറയുകയാണെങ്കിൽ തടങ്കലിൽ കഴിയുന്ന ആൾക്കാരെയാണ് ഡെറ്റിന്യൂ എന്ന് പറയുന്നത്. അകമ്പടി സന്ദർശന സമയം 24 മണിക്കൂറാണ്, അതായത് ട്രാവൽ ഒഴിച്ചിട്ടുള്ള സമയം. അധ്യായം 3 സെക്ഷൻ 11 ജയിൽ പരിശീലനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജയിൽ അച്ചടക്ക സമിതിയിൽ ജയിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ 4 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. പ്രത്യേകം മാറ്റി താമസിപ്പിക്കുന്നത് ഡെറ്റിന്യൂ, സൈനിക തടവുകാർ, വിദേശ തടവുകാർ, അപകടകാരികളായ തടവുകാർ, സാംക്രമിക രോഗങ്ങളുള്ളവർ. എ ക്ലാസ് തടവുകാർ, പതിവ് കുറ്റക്കാർ അല്ലാത്തവർ, സൽസ്വഭാവികൾ, നിസ്സാര കുറ്റം ചെയ്തവർ. ബി ക്ലാസ് തടവുകാർ, ഉയർന്ന സാമൂഹിക പദവിയുള്ള, ഉയർന്ന വിദ്യാഭ്യാസമുള്ള, സൽസ്വഭാവിയായ പതിവ് കുറ്റവാളിയാണ് ബി ക്ലാസ് തടവുകാർ എന്ന് പറയുന്നത്. സി ക്ലാസ് തടവുകാർ, അധമന്മാർ, സഭ്യതയില്ലാത്തവർ. കേരള പ്രിസൺസ് ആക്ടിൽ ആകെ 20 അധ്യായങ്ങളും 102 സെക്ഷൻസുമാണ് ഉള്ളത്. അധ്യായം 16 പരോളിനെ കുറിച്ച് പറയുന്നത്. ശിക്ഷയുടെ 1/3 കൂടുതലാവാൻ പാടില്ല പരോളിലെ ദിവസം. പരോൾ ലംഘിച്ചാൽ
2 വർഷം തടവും അതിൻ്റെ കൂടെ പിഴയും ഉണ്ടാകും. പരാതി പരിഹാര സമിതി 3 മാസത്തിലൊരിക്കൽ കൂടേണ്ടതാണ്. ജയിൽ ഉപദേശക സമിതി DGP ഓഫ് പ്രിസൺസ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ സെഷൻസ് ജഡ്ജി, ജയിൽ സൂപ്രണ്ട്, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, സർക്കാർ നിയമിക്കുന്ന 3 അംഗങ്ങൾ. ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടാതെയും സർക്കാരിന് സ്വയം തടവുകാരെ വിട്ടയക്കാവുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബോർസ്റ്റൽ സ്കൂൾ സ്ഥാപിച്ചത് പഞ്ചാബിലാണ് 1926. UN കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധൻ ഡോക്ടർ വാർട്ടൺ സി. റെക്ലസ്. ഇന്ത്യയിൽ ആദ്യമായി ജയിലുകളെക്കുറിച്ച് പഠനം നടത്തിയത് ജസ്റ്റിസ് AN മുള്ള കമ്മിറ്റി 1980. നാഷണൽ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ വുമൺ പ്രിസണർ 1986, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരള സർക്കാർ ജയിലുകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത് ഉദയഭാനു കമ്മിറ്റി 1991-93. 2017 ഒരു കമ്മിറ്റി വന്നു, അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി. കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ AV ജോൺ. ജയിലിൽ കുറ്റവാളികൾക്ക് തൊഴിലും നൽകുന്നുണ്ട്. അപ്പം അവർ ചെയ്യേണ്ട പണികളിൽ കൂടുതൽ പേരും ഏർപ്പെട്ടിരിക്കുന്നത് കൃഷിപ്പണിയിലാണ്. കൃഷി, പശുനോട്ടം, പശുക്കറവ, ലൈബ്രറി നിയന്ത്രണം, കമ്പ്യൂട്ടർ ജോലികളെല്ലാം അവിദഗ്ധ ജോലികളായിട്ടാണ് ജയിലിൽ അറിയപ്പെടുന്നത്. ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് കൂടുതൽ ശമ്പളം ഉണ്ടാവും. വേതനത്തിൻ്റെ 50% അവരുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കും. 25% ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. 25% മോചിതമാകുമ്പോൾ അവർക്ക് ലഭിക്കും. അധ്യായം 17 അവധികളെക്കുറിച്ച് പറയുന്നത്. സാധാരണ അവധി, അടിയന്തര അവധി, ഹോം ലീവ്. ഹോം ലീവ് അനുവദിക്കുന്നത് തുറന്ന ജയിലിലുള്ളവർക്കാണ്. 5 തവണയാണ് ഹോം ലീവ് അനുവദിക്കുക. പ്രൊബേഷൻ ഓഫീസറാണ് ഇതിൽ തീരുമാനം എടുക്കുന്നത്. സാധാരണ അവധി വർഷത്തിൽ 60 ദിവസമാണ്. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ എങ്കിലും ശിക്ഷ ഉണ്ടായിരിക്കണം. 4 തവണയായിട്ട് എടുക്കാം. അതായത് 60 ദിവസം 15x4. 15 ദിവസത്തിൽ കുറയാനും പാടില്ല അറ്റ് എ ടൈം. 30 ദിവസത്തിൽ കൂടാനും പാടില്ല. 15 to 30 ദിവസത്തിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു സമയത്തെ സാധാരണ അവധി. അവധിക്ക് ശുപാർശ ചെയ്യേണ്ടത് ജയിൽ സൂപ്രണ്ട്, പ്രൊബേഷൻ ഓഫീസറും ചേർന്നാണ്. ആദ്യമായിട്ട് ഒരു തടവ് പുള്ളിക്ക് സാധാരണ അവധി അനുവദിക്കേണ്ടത് DGP ആണ്. തുടർന്ന് അനുവദിക്കുന്നതാണ് ജയിൽ സൂപ്രണ്ട്. അടിയന്തര അവധി എന്ന് പറയുകയാണെങ്കിൽ മരണം, അല്ലെങ്കിൽ ഉറ്റബന്ധുവിൻ്റെ മരണം, ഉറ്റബന്ധുവിൻ്റെ രോഗം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര അവധി അനുവദിക്കുന്നത്. ഇതിൽ ഈ ഒരു അവധികളും ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തിക്ക് ലഭിക്കുന്നതല്ല. 10 ദിവസത്തെ അവധിയാണ് വേണ്ടതെങ്കിൽ അതിൽ ജയിൽ സൂപ്രണ്ടിന് തീരുമാനം എടുക്കാം. 15 ദിവസം വരെ അവധി കിട്ടണമെങ്കിൽ അത് DGPക്ക് തീരുമാനിക്കാം. 45 ദിവസത്തിന് മുകളിലാണെങ്കിൽ അതിൽ സർക്കാരാണ് തീരുമാനം എടുക്കുന്നത്. പക്ഷേ 45 ദിവസത്തെ ലീവ് ഒരുമിച്ച് കിട്ടില്ല. അത് 15 ദിവസം മാത്രമേ കിട്ടൂ അറ്റ് എ ടൈം. അങ്ങനെ 3 തവണ എടുക്കാം. ജയിലിലെ ഡെയിലി ഭക്ഷണത്തിൽ മട്ടനും മത്സ്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ ചിക്കന്, മുട്ട എന്നിവ ഉൾപ്പെടുന്നില്ല. അതായത് വിശേഷ ദിവസങ്ങളിൽ കിട്ടും, ഡെയിലി മെനുവിലില്ല. ടൈം ലൈനിൽ നമുക്ക് ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1956 ആദ്യമായിട്ട് കേരളത്തിൽ ജയിൽ വകുപ്പ് വരുന്നത്. 1861 നായർ ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. 1873 സെൻട്രൽ ജയിൽ തുടങ്ങി. 1886 പൂജപ്പുരയിലേക്ക് മാറ്റി. T. രാമറാവു വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിച്ചത് 1886. 1862-63 ദിവാൻ T. മാധവറാവു ആദ്യമായിട്ട് ഭരണ റിപ്പോർട്ട് പുറത്തിറക്കി. ഈ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഡിവിഷണൽ ജയിൽ, ജില്ലാ കോടതി എന്നിവ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1890 നിലാരംബർക്ക് വിടുതൽ കൊടുത്തു തുടങ്ങിയത്. 1904 സെൻട്രൽ ജയിലിൽ ആദ്യമായിട്ട് വനിതാ തടവുകാർക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. 1890 എറണാകുളത്ത് സെൻട്രൽ ജയിൽ വന്നു. 1892 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ശ്രീ റോബിൻസൺ സൂപ്രണ്ടായി. 1914 ജയിൽ വിയൂരയ്ക്ക് മാറ്റി. 1 മാസത്തിൽ കുറഞ്ഞ ശിക്ഷയുള്ളവർക്ക് വേണ്ടിയിട്ട് 7 സബ് ജയിലുകൾ കൊണ്ടുവന്നു. 1861 കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നത് 1861 വന്ന കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. ഇതിനെ 1969 ജില്ലാ ജയിലാക്കി. ഫസ്റ്റ് സെൻട്രൽ ജയിൽ വന്നത് 1869 കണ്ണൂർ സെൻട്രൽ ജയിലാണ്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ പഴക്കം ചെന്ന 2ാമത്തെ ജയിൽ. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ബൽറാം കുമാർ ഉപാധ്യായ ആണ്.